ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. 2-3 ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഒന്നുമില്ല. കുറച്ച് മാർക്കറ്റിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ നമ്മുടെ ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ആയിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു. അതിനിടയിൽ മാർക്കറ്റിൽ ഈ ഒരാഴ്ച സംഭവിച്ചത് വളരെയേറെ വൊളറ്റൈൽ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ വീക്കിലി വ്യൂ പോയിന്റും അത് തന്നെയായിരുന്നു. വളരെ കരുതലോടെ നീങ്ങേണ്ട സമയമാണ് മാർക്കറ്റിൽ എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച ഏകദേശം 22,700 ലെവലിലുണ്ടായിരുന്ന മാർക്കറ്റ് ഏകദേശം 21,920 ലെവലുകളിൽ വരെ വരികയുണ്ടായി. സോ വെള്ളിയാഴ്ചത്തെ അവസാനത്തെ ട്രേഡിംഗ് ദിവസം ഒരു സ്ലൈറ്റ് റിക്കവറിയോട് കൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പല അഭിപ്രായങ്ങളാണ് ഈ ഒരു കറക്ഷന് വന്നിരിക്കുന്നത്. കാരണം ഒരു ഹൈ പോയിന്റ് ഓഫ് ദ ഡേ നമ്മൾ കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് വരുന്നു. പല അനുമാനങ്ങൾ അതിൽ പ്രധാനമായിട്ടും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. ഇന്ത്യയിലെ ഇലക്ഷൻ റിസൾട്ടിന് ഇനി മാസങ്ങൾ ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ പല ഘട്ടങ്ങളിലായി ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. കൗണ്ടിങ്ങിൻ്റെ പോളിങ്ങിൻ്റെ നിലവിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ശതമാനത്തിൻ്റെ കുറവ്, US ഫെഡറൽ റിസർവിൻ്റെ പല ഡാറ്റകളും അല്ലെങ്കിൽ US നിന്ന് വരുന്ന പല ഡാറ്റകളും ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും കുറക്കുന്നത് വീണ്ടും മുന്നോട്ട് പോകും. ജിയോഗ്രഫിക്കൽ ടെൻഷൻ, ഇങ്ങനെ പല കാരണങ്ങളാണ് നമുക്ക് ആരോപിക്കാൻ സാധിക്കുന്നത്. എനിവേ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടും നല്ല രീതിയിലുള്ള സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. റെക്കോർഡ് ബൈ ആയിരുന്നു മാർച്ച് 2024 മ്യൂച്വൽ ഫണ്ട് ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം വന്നിരിക്കുന്ന ഒരു ബുക്കിംഗ് അതിനും മാർക്കറ്റ് ഒരു കാരണമാണ്. അതെന്തുകൊണ്ട് അവർ സെല്ല് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് എക്സ്പെൻസീവ് ആണോ അല്ല ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അൺസർട്ടനിറ്റി ആണോ, അതിന് നമുക്കൊരു കാരണം കണ്ടെത്താൻ സാധിക്കില്ല. FIIസും അതുപോലെ തന്നെ DIIസിന്റെ ഭാഗത്തുനിന്നും സെല്ലിംഗ് സൈഡിൽ വന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ അനലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എനിവേ വെള്ളിയാഴ്ച മാർക്കറ്റിൽ ഒരു റിക്കവറി, ഒരു സ്ലൈറ്റ് റിക്കവറിയോട് കൂടി 22,000 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അതിനൊരു ആശ്വാസം എന്ന് പറയുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം US നിന്ന് വന്നിരിക്കുന്ന ജോബ് ക്ലെയിംസ് ഡാറ്റയാണ്. അൺഎംപ്ലോയ്മെന്റ് ഡാറ്റ കുറച്ച് ഉയരത്തിലേക്ക് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള തീരുമാനം മുന്നേ വന്നേക്കും എന്നുള്ള ഒരു നിഗമനമാണ് വെള്ളിയാഴ്ച ഒരു റാലിക്ക് സാധ്യമായത്. US മാർക്കറ്റ് റാലി ചെയ്തു. അതിനുശേഷം ഇന്ത്യൻ മാർക്കറ്റിലും അതിൻ്റെ റാലി തുടർന്നു എന്ന് വേണം കരുതാൻ. ഇന്ത്യ വിക്സ് വോളറ്റാലിറ്റിയെ സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് അതിൻ്റെ ഏറ്റവും ചെറിയ ലെവലിൽ നിന്നും ഏറ്റവും വലിയ ലെവലിലേക്ക്, അതായത് ഏപ്രിൽ 10.2 രേഖപ്പെടുത്തിയ വിക്സ് ഇപ്പോൾ ഏകദേശം 17 മുകളിലേക്ക് വരികയുണ്ടായി. അത് ഒരു മാസത്തിന് അല്ലെങ്കിൽ 2-3 ആഴ്ചയുടെ ഇടയിലാണ് ഈ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിലും വൊളറ്റാലിറ്റി തന്നെയാണ് മാർക്കറ്റിൽ അടുത്ത ഇലക്ഷൻ റിസൾട്ട് വരെ എക്സ്പെക്ട് ചെയ്യുന്നത്. അതേസമയം ഇന്ത്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ചിട്ട് ഗ്ലോബൽ ടെൻഷൻസ് അതുപോലെ തന്നെ റിസൾട്ട് സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പീക്കായിട്ടുള്ള റിസൾട്ട് അനൗൺസ്മെന്റ് വീക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം തിങ്കളാഴ്ച മാത്രം 45ഓളം കമ്പനികൾ Q4 റിസൾട്ടുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നു. ചൊവ്വാഴ്ച 84 കമ്പനികളും ബുധനാഴ്ച 72 കമ്പനികളുമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് സ്പെസിഫിക് ആയിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ പ്രാധാന്യമുണ്ട്. അതിനുശേഷം സ്വാഭാവികമായിട്ടും ജനറൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ഫേസ് ഓഫ് ഇലക്ഷൻ നടക്കുകയാണ്. അതുപോലെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന പോലുള്ള ഒഡീസ പോലുള്ള സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ഇലക്ഷൻ നടക്കുന്നു. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകൾ അല്ലെങ്കിൽ ഇലക്ഷൻ നടക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാഭാവികമായിട്ടും ചൊവ്വാഴ്ച ഫെഡറൽ റിസർവിന്റെ ചെയർമാനായിട്ടുള്ള ജെറോം പവലിന്റെ സ്പീച്ച് വരുന്നുണ്ട്. അവരുടെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ്, US ഫെഡറൽ റിസർവ് എന്ത് ചെയ്യാൻ പോകുന്നു, ഈ വെള്ളിയാഴ്ച വന്നിരിക്കുന്ന എംപ്ലോയ്മെന്റ് ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ, ഇതൊക്കെ തന്നെ ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ്. നമ്മുടെ CPI ഏപ്രിൽ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ തിങ്കളാഴ്ച വരുന്നുണ്ട്, നാളെ വരുന്നുണ്ട്. സോ ഇതൊക്കെ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും അടുത്ത ആഴ്ചയും ഒരു ഇവന്റ്ഫുൾ ആയിട്ടുള്ള ഡേ തന്നെയാണ്, അല്ലെങ്കിൽ വീക്ക് തന്നെയായിരിക്കും. വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് അടുത്ത പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 22,150 to 22,200 ലെവലുകളാണ് ആദ്യത്തെ റെസിസ്റ്റൻസ് നിഫ്റ്റി ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 22,055 സോ 22,150 to 22,200 എന്ന് പറയുന്ന റേഞ്ചാണ് ആദ്യത്തെ റെസിസ്റ്റൻസ് സോൺ ആയിട്ടുള്ളത്. അതേസമയം മാക്സിമം റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 22,300 22,300 മുകളിലേക്ക് നിഫ്റ്റിക്ക് പോകാനോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാനോ സാധിച്ചു കഴിഞ്ഞാൽ
22,550 600 ലെവലുകളിൽ വരെ നിഫ്റ്റിക്ക് പോകാം. ഇതാണ് സ്റ്റെപ്പ് ആയിട്ടൊരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 22,150 ടു 22,200. പിന്നെ മീഡിയം ടേമിലുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ 22,300 അതിന് മുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പോക്ക് 22,500 ക്ലോസ് ചെയ്ത് 22,550 600 വരെയെങ്കിലുമുള്ള ഒരു റാലിക്ക് സാധ്യമാകാം. അതേസമയം ഡൗൺ സൈഡിൽ വരുമ്പോൾ ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് 21,900 ടു 21,950 റേഞ്ചുകളായിരിക്കും. സോ 21,900 21,950 ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഈ ഒരു ക്ലോസിംഗ് ലെവലിൽ നിന്നും. അതേസമയം 21,800 താഴെ ഉള്ള ക്ലോസിംഗ് നിഫ്റ്റിയിൽ വീണ്ടും വീക്ക്നെസ് വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ്. സോ എൻ്റെ ഒരു അനുമാന പ്രകാരം ഒരു ബൗൺസ് ബാക്കിനുള്ള ഒരു പുൾ ബാക്കിനുള്ള സാധ്യതകളാണ് കാണുന്നത്. സോ കുറച്ച് രീതിയിലുള്ള ഒരു ഓവർസോൾഡ് സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു പുൾ ബാക്കിനുള്ള സാധ്യതകളുണ്ട്. ആ പുൾ ബാക്ക് 22,300 മുകളിലേക്ക് കിട്ടുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. സോ 22,300 മുകളിലുള്ള ക്ലോസിംഗ് ആണ് നിഫ്റ്റിയിലെ വീണ്ടും ഒരു ബൈങ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യതകളും കാണുന്നത്. അതേസമയം ഓർമ്മിക്കുക, ഇൻഡെക്സുകളിൽ മാത്രമല്ല നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടായിരിക്കും കൂടുതൽ. അതുപോലെ തന്നെ നല്ല റിസൾട്ടുകൾ SBIയുടെ ഭാഗത്തു നിന്നൊക്കെ വന്നിരിക്കുന്ന റിസൾട്ടുകൾ വളരെ സൂപ്പർ സ്ട്രോങ് റിസൾട്ടുകളാണ്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള നല്ല റിസൾട്ടുകൾ അനൗൺസ് ചെയ്ത കമ്പനികളിലും ബൈങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതിന് മാത്രമല്ല പ്രധാനപ്പെട്ട ഇവൻറ്റ്ഫുൾ, അതായത് ഗ്ലോബൽ ഇവൻറ്റ്സുകൾ കൂടി നമ്മൾ വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. US നിന്നും ഇന്ത്യയിൽ നിന്നുള്ള എക്കണോമിക് ഡാറ്റ വരാനുണ്ട്. അതുമായിട്ടും നമുക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു മാസം കൂടി നമ്മളൊരു വോളറ്റൈൽ ആയിട്ടുള്ള സെഷൻസ് എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഡിപ്സിൽ നമുക്ക് വാല്യൂഷൻ വൈസ് ഫെയറബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളിലേക്ക് വരുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റും സജസ്റ്റഡ് ആണ്. നമ്മുടെ മറ്റു കാര്യങ്ങളിലേക്ക് മാർക്കറ്റിൻ്റെ മറ്റു അനാലിസിസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അപ്പം മറ്റ് വിശദമായിട്ടുള്ള അനാലിസിസിലേക്ക് പോകാം. വെൽക്കം. ഇനി നമുക്ക് ഈ ആഴ്ചയുള്ള പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഒന്ന് നോക്കാം. അതിൽ തിങ്കളാഴ്ച വരുന്നത് ഇന്ത്യയുടെ CPI കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. അത് വൈകുന്നേരത്തോട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. 4.80% ഫോർകാസ്റ്റ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം 4.85% അത് കുറഞ്ഞ് 4.80, അതായത് 4.8% വരും എന്നാണ് ഇന്ത്യൻ ഏപ്രിൽ മാസത്തെ CPI ഇൻഫ്ലേഷൻ പ്രൊജക്ഷൻ. അതിൽ 4.8 അതിൽ കുറവ് വരികയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന് അതൊരു പോസിറ്റീവ് ട്രിഗർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചൊവ്വാഴ്ച നമുക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഡാറ്റ എന്ന് പറയുന്നത് US നിന്നാണ്. അത് രണ്ടാണ്. ഒന്ന് പർച്ചേസിംഗ് പവർ ഇൻഡെക്സ്, ഏപ്രിൽ മാസത്തുള്ള അവരുടെ പർച്ചേസിംഗ് പവർ ഇൻഡെക്സ്. അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം വേജ് റേറ്റ് ഒക്കെ കൂടി നിൽക്കുന്നുണ്ട്. എംപ്ലോയ്മെന്റ് ഡാറ്റ പോസിറ്റീവ് ആയിരുന്നു. സോ അതൊക്കെ കാണുന്ന സമയത്ത് ഏപ്രിലിൽ എങ്ങനെയാണ് പർച്ചേസിംഗ് പവർ ഇൻഡെക്സ് ബിഹേവ് ചെയ്തതുള്ളത് ഫെഡറൽ റിസർവിന്റെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആയിരിക്കും. അതിൽ തൊട്ട് അന്ന് രാത്രി തന്നെ അന്ന് രാത്രി ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ പവൽ സ്പീച്ച് വരുന്നുണ്ട്. അതും അദ്ദേഹത്തിന്റെ ഗൈഡൻസ്, ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഗൈഡൻസും കാര്യങ്ങളൊക്കെ തന്നെ മാർക്കറ്റ് വളരെയേറെ ശ്രദ്ധയോടുകൂടി ബുധനാഴ്ചയും അതുപോലെ US മാർക്കറ്റ് ചൊവ്വാഴ്ചയും ഉറ്റുനോക്കുന്ന ഒരു കാര്യമായിരിക്കും. ബുധനാഴ്ച പ്രധാനപ്പെട്ട ഡാറ്റ കോർ CPI, അതായത് ഏപ്രിൽ മാസത്തെ US-ന്റെ CPI വരുന്ന ദിവസം ബുധനാഴ്ചയാണ്. അതുപോലെ തന്നെ കോർ റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട്. ഏപ്രിൽ മാസത്തെ മന്ത് ഓൺ മന്തും ഇയർ ഓൺ ഒക്കെ CPI ഡാറ്റ വരുന്ന ദിവസമാണ് ബുധനാഴ്ച എന്നുള്ളത്. അതുപോലെ തന്നെ ജപ്പാന്റെ GDP വരുന്നുണ്ട്. റീറ്റെയിൽ സെയിൽസ് ഡാറ്റ വരാനുണ്ട്. ക്രൂഡ് ഓയിൽ ഇൻവെന്ററി ബുധനാഴ്ചയാണ്. അതിനുശേഷം തേഴ്സ്ഡേ വരുന്ന പ്രധാനപ്പെട്ട ഡാറ്റ ജോബ് ക്ലെയിം തന്നെയാണ്. ഇനീഷ്യൽ ജോബ് ക്ലെയിംസ് ഡാറ്റ US-ൻ്റെത് വരുന്നുണ്ട്. വെള്ളിയാഴ്ച പ്രധാനപ്പെട്ട ഡാറ്റകളൊന്നും തന്നെ ഇല്ല. US-ലെ ലീഡിംഗ് ഇൻഡെക്സ് വരുന്നു. അതൊരു യൂറോപ്പിൽ നിന്നും യൂറോപ്പിന്റെ CPI ഇൻഫ്ലേഷൻ ഏപ്രിൽ മാസത്തത് വരുന്നത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഈ ആഴ്ചയും ഇക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ നല്ല ഡാറ്റകൾ ഇന്റർനാഷണൽ സെന്ററിൽ നിന്ന് വരാനുണ്ട്. സോ പ്രത്യേകിച്ചും US-ന്റെ ഫെഡറൽ റിസർവിന്റെ ഔട്ട്ലുക്ക് ചൊവ്വാഴ്ച ഫെഡറൽ റിസർവിന്റെ ചെയർമാന്റെ സ്പീച്ച് പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് റിസൾട്ടുകൾ നോക്കാം. റിസൾട്ടുകൾ വളരെയേറെ ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 45 കമ്പനികളാണ് തിങ്കളാഴ്ച റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. അതിൽ ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള വരുൺ ബിവറേജസ് വരുന്നു, DLF വരുന്നു, UPL, AB ക്യാപിറ്റൽ, ജിൻഡാൽ സ്റ്റീൽ, സൊമാറ്റോ പോലുള്ള കമ്പനികളുണ്ട്. UPLന്റെ റിസൾട്ട് മാർക്കറ്റ് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ലോസ് റിപ്പോർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. പക്ഷേ ഫണ്ടമെന്റൽസിലോ അവരുടെ കമ്പനിയുടെ ഓപ്പറേഷൻസിലോ വലിയ വ്യത്യാസമില്ല. സോ ഈ ക്വാർട്ടറിൽ UPL എങ്ങനെയാണ് റിസൾട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്? വീണ്ടും ഒരു നെഗറ്റീവ് സൈഡിലേക്കാണെങ്കിൽ UPL വീണ്ടും ഒരു കറക്ഷൻ പ്രതീക്ഷിക്കാം. പക്ഷേ
UPL വളരെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. ഫണ്ടമെന്റൽ വൈസിൽ ആ കമ്പനിയുടെ ഓപ്പറേഷൻ സൈസ് ഒക്കെ നോക്കുന്ന സമയത്ത് കറക്ഷൻസ് കണ്ടിന്യൂസ് ഈ പറയുന്ന ലോസ് മേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഗൈഡൻസും അതൊക്കെ മോശമായതുകൊണ്ടാണ് കമ്പനി 600 ലെവലുകളിൽ നിന്നും 450 470 ലെവലുകളിലേക്ക് വന്നത്. സോ റിസൾട്ട് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു റീബൗണ്ട് നമുക്ക് UPL പ്രതീക്ഷിക്കാം. സോ റിസൾട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി നോക്കുന്നതായിരിക്കും നല്ലത്. AB ക്യാപിറ്റൽ, ജിൻഡാൽ സ്റ്റീൽ, സൊമാറ്റോ 200 മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു വെള്ളിയാഴ്ച. എനിക്ക് തോന്നുന്നു സൊമാറ്റോ വീണ്ടും നമ്മുടെ കണ്ടിന്യൂസ് സജഷൻ ആയിരുന്നു, ഇപ്പോഴും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഹരി തന്നെയാണ് സൊമാറ്റോ. മിഡ് ക്യാപ് കമ്പനിയായിട്ടുള്ള ബോംബെ ബർമ, സെനോഫി ഇന്ത്യ, ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റ്, ഇനോക്സ് ഇന്ത്യ പോലുള്ള കമ്പനികൾ, സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള അതുപോലെ തന്നെ സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള എത്തോസ്, മാപ്മ ഇന്ത്യ, BLS ഇ സർവീസ്, അലംബിക് ഫാർമ, സെറ സാനിറ്ററി പോലുള്ള കമ്പനികൾ തിങ്കളാഴ്ച റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നത്. പിന്നെ മൈക്രോ ക്യാപ് കമ്പനികളുടെ ഒരു വലിയ നീണ്ട നിര തന്നെയുണ്ട്. അതിൽ ഇൻഡോ കാസ്പിൻ, TCFN ഫിനാൻസസ്, GIC ഹൗസിംഗ് ഫിനാൻസ്, നെൽകാസ്റ്റ്, JBF ഇൻഡസ്ട്രീസ്, ആൽബർട്ട് ഡേവിഡ്, സെയിൻകോവൻ, അങ്ങനെ ഒരുപാട് നല്ല കമ്പനികളുണ്ട്. അതിന് പുറമെ ഇനി ചൊവ്വാഴ്ച റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന കമ്പനികളിൽ കൂടി തിങ്കളാഴ്ച ആക്ഷൻസ് വന്നേക്കാം. അത് ലാർജ് ക്യാപ് കമ്പനിയായിട്ടുള്ള സീമെൻസ്, അതായത് മൊത്തം 84 കമ്പനികൾ ചൊവ്വാഴ്ച റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൽ സീമെൻസ് വരുന്നു, ശ്രീ സിമെന്റ്, ഒബ്രോയ് റിയാലിറ്റി, AIA എഞ്ചിനീയറിംഗ്, കോൾഗേറ്റ്, ഭാരതി ഹെക്സാകോം, അപാർ ഇൻഡസ്ട്രീസ്, ഭാരതി എയർടെൽ, അപ്പോളോ ടയർസ്, രുചി സോയ പോലുള്ള കമ്പനികൾ. മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള BLS ഇന്റർനാഷണൽ സർവീസസ്, PVR, ബാലാജി ഇലക്ട്രിക്സ്, BASF ഇന്ത്യ, കിർലോസ്കർ ബ്രദേഴ്സ്, ശ്യാം മെറ്റാലിക്, ദേവ്യാനി ഇന്റർനാഷണൽ, റാഡിക്കോ കെയ്ത്താൻ. സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള നീൽകമൽ, KDDL, GTL ഇൻഫ്ര, അങ്ങനെ ഒരുപാട് കമ്പനികൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും വളരെ കൂടുതലായിരിക്കും മാർക്കറ്റിൽ. റിസൾട്ടിനുമായിട്ട് ബന്ധപ്പെട്ട ആ സെക്ടറിലും ആ സെക്ടർ സ്റ്റോക്കുകളിലും തീർച്ചയായിട്ടും റിസൾട്ട് പ്രതിഫലിക്കും. അപ്പോൾ അതുകൂടി നോക്കേണ്ടതായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് ആവേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ റീബൗണ്ടിനുള്ള സാധ്യതകൾ മാർക്കറ്റിൽ കാണുന്നു. ഇനി അതിനും പുറമെ എന്തെങ്കിലും തരത്തിലുള്ള വീണ്ടും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അൺട്രസ്റ്റ് ഉണ്ടാവുകയിൽ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. പക്ഷെ ഓർമ്മിക്കുക, ഒരു മാസം ഇനി കുറച്ചുകൂടി മാർക്കറ്റ് വൊളറ്റൈൽ ആയിരിക്കും. ഈ വൊളറ്റൈൽ ആയിട്ടുള്ള സെഷൻസിൽ റീബൗണ്ട് ഉണ്ടാവും. ആ സമയത്ത് നല്ല സ്റ്റോക്കുകളിലാണ് വാല്യുവേഷൻ വൈസ് നിങ്ങൾ എൻ്റർ ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും റിക്കവറി പ്രതീക്ഷിക്കാം. നമുക്കറിയാം പോളിക്യാപ്പ് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈയിങ് സ്റ്റേജ് ആയിരുന്നു. ഡിസംബർ മാസത്തിൽ പോളിക്യാപ്പിൽ IT റെയ്ഡ്, ഇൻകം ടാക്സിന്റെ റെയ്ഡൊക്കെ നടന്ന സമയത്ത് എല്ലാ മീഡിയാസും എല്ലാവരും അതിനെ ഡൗൺഗ്രേഡ് ചെയ്തു. 5000 5500 ലെവലിൽ നിന്ന് 4000 ലെവലുകളിലേക്ക് വരികയുണ്ടായി. സോ ആ സമയത്ത് നമ്മുടെ ഇപ്പോൾ ഇവിടെ ഇത് കാണുന്ന ആരെങ്കിലും നമ്മുടെ സ്വിംഗ് സ്കീം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അറിയാം, ആ സമയത്ത് ഞാൻ വോയിസ് ഇട്ടിരിക്കുന്നു. കണ്ടിന്യൂസ് ബൈ ആണ്. അപ്പോൾ അവർ ചോദിച്ച കാര്യം നെഗറ്റീവാണ്. മീഡിയാസ് പറയുന്നത്, റിപ്പോർട്ടുകൾ പറയുന്നത് നെഗറ്റീവാണ് എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്വിംഗ് സജഷൻസും 1 ഇയർ ബൈ കൊടുത്ത സ്റ്റോക്കായിരുന്നു പോളിക്യാപ്പ്. സോ പോളിക്യാപ്പ് ഇപ്പോൾ ഏകദേശം 6200 മുകളിലേക്ക് വന്നു. നമ്മുടെ കണ്ടിന്യൂസ് വൈസിലുള്ള ഫണ്ടമെന്റൽ വൈസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് റിസർച്ച് നോട്ട്സ് ഷെയർ ചെയ്ത് എന്തുകൊണ്ട് ഇപ്പോഴും IT റേറ്റ്സിനെ വകവെക്കാതെ ഞങ്ങൾ വാങ്ങണം എന്നുള്ളത് അവിടെ പറഞ്ഞിരുന്നു. ഇപ്പോൾ കണ്ടിന്യൂസ് ഈ ആഴ്ച ഞങ്ങൾക്ക് 6300 മുകളിൽ പോളിക്യാപ്പ് വന്നു. ഞങ്ങളുടെ ലാസ്റ്റ് സജഷൻസ് കൂടി ടാർഗറ്റിലേക്ക് വന്നിരിക്കുന്നതാണ്. സോ പോളിക്യാപ്പിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ് വളരെ സ്ട്രോങ് ആണ്. അതുകൂടിയാണ് ഇവിടെ മെൻഷൻ ചെയ്യാൻ കാരണം വയർ ആൻഡ് കേബിൾ സെഗ്മെന്റ്സിൽ മാത്രം 30% വർധനവാണ്. അതായത് ഇൻഡസ്ട്രി ലീഡിംഗ് ആയിട്ടുള്ള FMEG, ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രിക്കൽ ഗുഡ്സിന്റെ കേസിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് കൊടുത്തിരിക്കുന്നത് പോളിക്യാപ്പാണ്. 30% ഗ്രോത്ത് ആണ്, റവന്യൂ ഗ്രോത്ത് ആണ് വയർ ആൻഡ് കേബിൾ സെഗ്മെന്റിൽ വന്നിരിക്കുന്നത്. ഏറ്റവും വലിയ റവന്യൂ ഗ്രോത്ത്, ഏറ്റവും കൂടിയ മാർജിൻ, ഏറ്റവും കൂടിയ ഇബിറ്റ ഇത് റെക്കോർഡ് ചെയ്ത ഒരു മാസം Q4 കൂടിയാണ് പോളിക്യാപ്പിൻ്റെത്. വോളിയം ഗ്രോത്ത് വളരെ കുറച്ച് സ്ലോ ആണെങ്കിലും അത് മാർജിൻ കുറച്ച് താഴോട്ട് പോയിട്ടുണ്ടെങ്കിലും വോളിയം വൈസ് അത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. സെയിൽസ് 4300 കോടിയിൽ നിന്നും 5500 കോടി രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. ഹയസ്റ്റ് എവർ റവന്യൂ ആണ്. ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും എല്ലാം തന്നെ മാർക്കറ്റിൽ അത്യുഗ്ര പ്രകടനമാണ് പോളിക്യാപ്പ് നടത്തിയിരിക്കുന്നത്. ക്യാഷ് പൊസിഷൻ, നെറ്റ് ക്യാഷ് പൊസിഷൻ മാത്രം, കമ്പനിയുടെ കയ്യിലുള്ള ക്യാഷ് മാത്രം 2140 കോടി രൂപയായി വർദ്ധിച്ചിരിക്കുന്നു. 30 രൂപയുടെ ഡിവിഡൻഡ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസംബറിലെ IT റെയ്ഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല എന്ന് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നു. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകളൊന്നും തന്നെ ഇല്ല, പുതിയ ഫൈൻഡിങ്സുകളൊന്നും തന്നെ വന്നിട്ടില്ല. സോ അത് കമ്പനിയെ ഒരു തരത്തിലും ഇനി ബാധിക്കില്ല എന്ന് തന്നെയാണ് നിഗമനം വന്നിരിക്കുന്നത്. ഇൻഡസ്ട്രി ലീഡിംഗ് പെർഫോമൻസ് ആണ്. ആ ഒരു സെഗ്മെന്റിലുള്ള മറ്റ് കമ്പനി ക്രോംപ്ടനെയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പോളിക്യാപ്പ് ഇൻഡസ്ട്രി ലീഡിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് പോളിക്യാപ്പിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. സോ അതാണ് പോളിക്യാപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ പ്രധാനമായിട്ടും ഈ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തേക്കാവുന്ന ഒരു വലിയ പ്രശ്നം സെബിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെബി ഈ ആഴ്ച
ട്രാക്ക് ചെയ്യുന്ന മൂന്നാമത്തെ കമ്പനികളാണ് SME IPO. ഞാൻ IPO റിവ്യൂ ചെയ്യുന്ന സമയത്ത് പല സബ്സ്ക്രൈബേഴ്സും ഞങ്ങളോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് SME IPO റിവ്യൂ ചെയ്യുന്നില്ല എന്നുള്ളത്. SME IPO റിവ്യൂ ചെയ്യാതെ പലതിൻ്റെയും IPO നോട്ട്സ് വായിക്കുമ്പോൾ തന്നെ അത്രമാത്രം ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു IPOകൾ നമുക്ക് കിട്ടാറില്ല. പക്ഷേ ലിസ്റ്റിംഗ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്ന SME സെഗ്മെന്റിൽ നിന്നുള്ള സ്റ്റോക്കുകൾ തന്നെയാണ്. പക്ഷേ ഈ ആഴ്ച സെബി ട്രാക്ക് ചെയ്യുന്ന മൂന്നാമത്തെ SME കമ്പനിയാണ്. അതിൽ ഫോൾട്ടുകളും അതിൽ പെനാൽറ്റികളും ഇമ്പോസ് ചെയ്യുന്ന കാര്യം. അത് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ വന്നിരിക്കുന്നത് ശനിയാഴ്ച വന്നിരിക്കുന്ന ഒരു ട്രാക്കിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അങ്ങോട്ട് SME സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് സെബിയുടെ പിടി കൂടുതൽ ശക്തമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവർ വന്നിരിക്കുന്നത് ബർനാമിൻ ക്ലൗഡ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇവർ IPO വഴി ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ലിസ്റ്റിംഗ് ഗെയിനൊക്കെ കിട്ടിയ കമ്പനിയാണ്. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടി. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ആ IPO വഴി കിട്ടിയിരിക്കുന്ന പണം കമ്പനിയിൽ ഉപയോഗിക്കാതെ അത് മാൾ പ്രാക്ടീസ് നടത്തി എന്നുള്ളതാണ്. മറ്റു ഒരു കമ്പനിയിലേക്ക് ഈ ഒരു പൈസ വന്നതിൻ്റെ മുക്കാഭാഗവും, അതായത് 75%-ലധികം മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റി. ഈ കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവും കാണാത്തൊരു കമ്പനി, പക്ഷേ ഇത് ഈ പ്രൊമോട്ടറുടെ തന്നെയാണെന്നാണ്, മറ്റൊരു തരത്തിലുള്ള ഹോൾഡിങ്സ് ആണെന്നാണ് കണ്ടെത്തൽ. സോ ഇതൊരു വലിയ നിയമലംഘനമാണ്. ഒരു കമ്പനി IPO വഴി പൈസ കളക്ട് ചെയ്യുകയും ആ പൈസയുടെ ഏകദേശം 75%-ഉം മറ്റൊരു കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ കമ്പനിയും ഈ കമ്പനിയുമായിട്ട് ഫലത്തിൽ യാതൊരു ബന്ധവും കാണുന്നില്ല. സോ ഇത് ഇൻവെസ്റ്റേഴ്സിനെ ഒരു ചീറ്റ് ചെയ്തതിനെ പറ്റിയുള്ളതാണ്. സെബിയുടെ ഫൈൻഡിങ്സ് വന്നിരിക്കുന്നു. ഇതിൽ പറയുന്നിരിക്കുന്നത് പ്രോപ്പർ ബുക്സുകളൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ആ കമ്പനി. ഒരു എംപ്ലോയി പോലും ആ കമ്പനിയിലില്ല. ഇതൊക്കെയാണ് ഈ ട്രാൻസ്ഫർ ചെയ്ത കമ്പനിയെ പറ്റി പറയുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോകുന്നു. കഴിഞ്ഞ 1.5 വർഷമായിട്ട് സെബി പറയുന്നത് പല ചാനലുകളിൽ നിന്നും ഞങ്ങൾക്ക്, അല്ലെങ്കിൽ പല കോണുകളിൽ നിന്നും ഞങ്ങൾക്ക് കംപ്ലൈൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. SME IPOയുമായിട്ട് ബന്ധപ്പെട്ട് പലതും ഇൻവെസ്റ്റേഴ്സിന് മെഗാ റിട്ടേൺ കൊടുക്കുന്നു. പക്ഷേ പല അവരുടെ പദ്ധതികളും, IPOയിൽ പറയുന്ന പല പദ്ധതികളും പേപ്പർ പദ്ധതികൾ മാത്രമായി മാറുന്നു. ഒന്നും ഫലത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത കമ്പനികളാണ്. അപ്പോൾ അതുവഴി ഭയങ്കര റിട്ടേൺ വരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഇതിലേക്ക് വരികയും കൂടുതൽ റിട്ടേൺ വരികയും അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് കോർപ്പറേറ്റ് ആക്ഷൻസ് വരുന്നു. അതായത് സ്റ്റോക്ക് സ്പ്ലിറ്റ് വരുന്നു, അല്ലെങ്കിൽ ബോണസ് വരുന്നു. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസിൻ്റെ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെയേറെ കൂടുന്നു. അപ്പോൾ ഈ ഒരു ഫാൻസിയിൽ നിൽക്കുന്ന സമയത്ത് പതുക്കെ ഈ പ്രൊമോട്ടേഴ്സ് ഇതിൽ നിന്നും സെല്ല് ചെയ്ത് എക്സിറ്റ് ചെയ്ത് മാറുന്ന ഒരു രീതിയാണ് SME IPOകളിൽ കാണുന്നത്. ഇതാണ് ഈ രീതിയിലുള്ള ഒരു ഫൈൻഡിങ്സ് വന്നിരിക്കുന്നത്. പല കമ്പനികളിലും ഇങ്ങനെ കണ്ടു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ളൊരു നടപടിയുമായിട്ടാണ് സെബി SME വരുന്ന ദിവസങ്ങളിൽ SME സെഗ്മെൻറ്റിൽ ട്രാക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് എനിക്ക് തോന്നുന്നു SME IPOകളിൽ അല്ലെങ്കിൽ SME കമ്പനികളിൽ, സ്മോൾ മൈക്രോ എൻ്റർപ്രൈസസിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരെ സംബന്ധിച്ചിട്ട് വളരെ കോഷ്യസ് ആവേണ്ട സമയമാണ്. സെബിയുടെ ആക്ഷൻസ് കൂടുതൽ ശക്തമാകുന്ന സമയമായിരിക്കാം. ഇത് പല കമ്പനികളെയും അവരുടെ പെർഫോമൻസിനെയും ബാധിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് സുല വൈൻയാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അവരുടെ ഒരു CLSAയുമായിട്ടൊരു റിപ്പോർട്ട്, CLSA സുല വൈൻയാർഡിനെ ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സബ്സിഡി ബെനിഫിറ്റ്സ് കമ്പനിക്ക് കിട്ടിയേക്കാമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഗ്രേഡേഷൻ മീൻസ് ഒരു റീറേറ്റിംഗ് നടക്കേണ്ട കാൻഡിഡേറ്റ് ആയിരുന്നു സുല വൈൻയാർഡ്. പക്ഷേ അത് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നാണ് പറയുന്നത്. ഗ്രോത്ത് ഔട്ട്ലുക്ക് വീക്കാണ്, വോളിയം റവന്യൂ എല്ലാത്തിലും ഒരു വീക്ക് ആയിട്ടുള്ള ഗൈഡ് ലൈനാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റീറേറ്റിംഗ് നടക്കില്ല എന്നാണ് CLSAയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഗ്രോത്ത് ഔട്ട്ലുക്ക് മൈനസ് ആണ്, ഗൈഡൻസ് വീക്കാണ്, മാർക്കറ്റ് ഷെയറും അതിൽ കമ്പനിക്ക് ലോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പറ്റീഷൻ, വളരെയേറെ ശക്തമായിട്ടുള്ള കോമ്പറ്റീഷൻ ലോക്കൽ പ്ലേയേഴ്സിൻ്റെ അടുത്ത് ഈ വൈൻ സെഗ്മെൻറ്റ്സിൽ കമ്പനി നേരിടുന്നു എന്നുള്ളതാണ്. മാർജിൻ പ്രഷറിലാണ്. സോ അതർ എക്സ്പെൻസസ് വളരെ കൂടുന്നു എന്നുള്ള ഒരു പരാതിയും അതുവഴിയാണ് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുന്നത്. CLSA ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നു. ടാർഗറ്റ് മുന്നേ 819 രൂപയായിരുന്നു CLSAയുടെ ടാർഗറ്റ്. അത് കുറച്ച് വെറും 515 ആയിട്ട് കുറച്ചിട്ടുണ്ട്. സോ സ്റ്റോക്കിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ദൃശ്യമായിരുന്നു. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് സുല വൈൻയാർഡുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്. ഡിഫൻസ് സെക്ടറിൽ നമൂറയുടെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടായിട്ട് തോന്നി. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അടുത്ത ഒരു 5-6 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറുടെ ഔട്ട്ലുക്കാണ് നമൂറ പറഞ്ഞിരിക്കുന്നത്. 2018 മുതൽ 24 വരെ ഏകദേശം 30-37% ബഡ്ജറ്റ് അലോക്കേഷനാണ് ഉണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട്, അതായത് 2024 മുതൽ 2032 വരെ 11.5 ലാക്സ് ക്രോസിൻ്റെ 11.5 ലക്ഷം കോടി രൂപയുടെ ഓപ്പർച്യൂണിറ്റിയാണ് ഡിഫൻസ് സെക്ടറിലുള്ളതെന്നാണ് നമൂറയുടെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. ഇതിൽ 2030 വരെ ബഡ്ജറ്റിൻ്റെ 37% അലോക്കേഷൻ ഡിഫൻസ് സെക്ടറിൽ കണ്ടിന്യൂസ് ആയിട്ട് വരും എന്നുള്ളതുമാണ്. ഡിഫൻസ് എയറോസ്പേസ്, അതുപോലെ തന്നെ ഷിപ്പ് ബിൽഡിംഗ്, എക്സ്പോർട്ട്, ഡിഫൻസ് എക്സ്പോർട്ട്, ഈ ഒരു മേഖലകളിലായിരിക്കും കൂടുതൽ ഗ്രോത്തിനുള്ള സാധ്യതകൾ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത 5 വർഷം കൊണ്ട് ഏകദേശം കഴിഞ്ഞ 2018 മുതൽ 24 വരെ എക്സ്പോർട്ട്
ഡിഫൻസ് എക്സ്പോർട്ട് 28% CAGR ഗ്രോ ചെയ്തിരിക്കുന്നത്. അതായത് 21,100 കോടി രൂപയുടെ ഗ്രോത്താണ് ഈ ഒരു സെഗ്മെന്റിൽ കാണിച്ചത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അടുത്ത 5 വർഷത്തേക്കോ 5 മുതൽ 6 വർഷം വരെ ഉള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് 30,000 കോടി രൂപയുടെ ഗ്രോത്താണ് ഇതിൽ കാണിക്കുന്നത്. സോ HALഉം BELുമാണ് അവരുടെ റിപ്പോർട്ടിൽ പ്രത്യേകമായിട്ടും കവറേജ് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്ന 2 ഓഹരികളായിട്ട് പറയുന്നത്. HAL ഹെവി വാല്യുവേഷനാണ്, പക്ഷേ ആ ഒരു പ്രീമിയം വാല്യുവേഷനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് കമ്പനിയുടെ പെർഫോമൻസ് ഇനി വരാൻ പോകുന്നതെന്നുള്ളതാണ്. കൊറിയ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് പല രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കോ തന്നെ ഡിഫൻസ് സെഗ്മെൻറ്റുമായിട്ട് പ്രത്യേകിച്ചും മിസൈലുകളും മറ്റുള്ള എക്സ്പ്ലോസീവ്സുമായിട്ടുള്ള കോൺട്രാക്ട്സുകൾ HAL നടത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോലും ഡിഫൻസ് എക്യുപ്മെൻസുകൾ അല്ലെങ്കിൽ ഡിഫൻസ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറും. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്നത് HAL ആയിരിക്കും. അതുകൊണ്ടാണ് HALന്റെ വാല്യുവേഷൻ പ്രീമിയമാണ്. കഴിഞ്ഞ ജൂണിലാണ് HALനെ റീറേറ്റ് ചെയ്തത്. സോ വളരെയേറെ പ്രീമിയം വാല്യുവേഷൻ, അതായത് 16 മുതൽ 22 വരെ PEയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന HAL ഇപ്പോൾ 22 മുതൽ 42 PEയിൽ വരെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തത്. പക്ഷേ എന്നാൽ പോലും അതൊരു റീറേറ്റിംഗ്, എന്നാൽ പോലും അത് ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ ആണെന്നാണ് നമൂറ അവകാശപ്പെടുന്നത്. ഞാനും അത് മുന്നേ സൂചിപ്പിച്ചത് നിങ്ങൾ ഓർമ്മിക്കുമായിരിക്കും. കാരണം ഡിഫൻസ് കമ്പനികളൊക്കെ തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ വരുന്ന വർഷങ്ങളിൽ അവർക്ക് കിട്ടാവുന്ന കോൺട്രാക്റ്റുകളും വരുന്ന വർഷങ്ങളിൽ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഓർഡറുകളുടെയും പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കറക്ഷൻസ് വരുന്ന സമയത്ത് ഇതിൽ കറക്ഷൻസ് വരാം. ആ സമയങ്ങളിൽ എൻ്റർ ചെയ്യുക, അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ചേസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത്. സോ ഈ പറയുന്ന ഈ വോളറ്റാലിറ്റി ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ആ സമയത്തൊക്കെ ഈ കൗണ്ടറൊക്കെ വീക്ക് ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ HAL, BEL പോലുള്ള ഭാരത് ഇലക്ട്രോണിക്സ് പോലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിക്കുക. സോ ഈ 2 കമ്പനികളാണ്. BELന് അവർ പറയുന്ന ടാർഗറ്റ് 300 രൂപയാണ്. HALനും അതുപോലെ തന്നെ വലിയ ടാർഗറ്റ് അപ്ഗ്രഡേഷനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സെഗ്മെൻറ്റ് അതായത് 14% സെയിൽസ് ഗ്രോത്തും 11% EBITDA ഗ്രോത്തും 23% PAT ഗ്രോത്തുമാണ് HAL CLSA കാണുന്നത്. സോ ഡിഫൻസ് സെക്ടറിൽ CLSA വളരെ പോസിറ്റീവാണ് 2030-32 വരെ. ഇനി പുതിയ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുക, ഇപ്പോൾ പുതിയ ഗവൺമെൻറ് അത് വന്നു കഴിഞ്ഞാലായിരിക്കും പുതിയ പോളിസികളും പുതിയ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അടുത്ത ബഡ്ജറ്റ്, ഒരു ഫുൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് പുതിയ ഗവൺമെൻറ് സമയത്തായിരിക്കും. അതിൽ വളരെയേറെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ഡിഫൻസും ഡിഫൻസ് എക്സ്പോർട്ടും തന്നെയാണ്. അപ്പോൾ ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഗ്രഡേഷൻ വന്നു. കഴിഞ്ഞ വർഷത്തെ ഏപ്രിലിലുള്ള ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കമ്പനികളുടെ പ്രീമിയമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഏപ്രിൽ, അതായത് 2024 ഏപ്രിലിലുള്ള ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുടെ പ്രീമിയം വർധനവ് വളരെ കൂടുതലാണ്. അതിൽ തന്നെ ഏറ്റവും നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് LIC ആണ്. 113% വർധനവാണ് LICയുടെ പ്രീമിയം ഗ്രോത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെയുള്ളത് മാക്സ് ലൈഫാണ്. 40.9% ഗ്രോത്താണ് പ്രീമിയത്തിൽ വന്നിരിക്കുന്നത്, പ്രീമിയം കളക്ഷനിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ SBI ലൈഫ് 26.2%, HDFC ലൈഫ് 4.3% പോലുള്ള കമ്പനികൾ, ICICI പ്രൂഡൻഷ്യൽ 28% ഗ്രോത്ത് കാണിച്ചിരിക്കുന്നു. സോ വരുന്ന ക്വാർട്ടറുകളിൽ ഇതിൻ്റെ ഒരു എഫക്റ്റ്, ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വളരെ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള ഇതാണ് കാണുന്നത്. കാരണം സാധാരണയായിട്ട് LIC പോളിസികൾ എല്ലാവരും ടാക്സ് ബെനിഫിറ്റ് എടുക്കുക എന്നുള്ള രീതിയിൽ മാർച്ചിലും ഫെബ്രുവരിയിലൊക്കെയാണ് വാങ്ങാറുള്ളത്. സോ അത് ആ ഒരു സമയത്തുള്ള സെയിൽസിൽ റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഏപ്രിലിൽ, അതായത് ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ മാസം തന്നെ LIC പ്രീമിയത്തിന് ഇത്രയും വർധനവ് വരുന്നത് കമ്പനികൾക്ക്. സോ കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയം ഏകദേശം 113% വർധനവെന്ന് പറയുന്ന സമയത്ത് കൂടുതലും പുതിയ പോളിസികളായിരിക്കാം, അല്ലെങ്കിൽ അത് LICയുടെ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളുടെ റവന്യൂവിൽ വലിയ രീതിയിലുള്ള ഗ്രോത്ത് രേഖപ്പെടുത്താൻ കാരണമായിട്ടുണ്ട്. ഇത് വളരെ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. വരുന്ന ദിവസങ്ങളിൽ LICയോ അല്ലെങ്കിൽ SBI പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു ന്യൂസ് തന്നെയാണ്.